ദീർഘകാലം വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റും വിളയൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായിരുന്ന അന്തരിച്ച കെ കൃഷ്ണൻകുട്ടിയെന്ന കെക്ക് പഞ്ചായത്തിന്റെ ആദരവ്. നവീകരിച്ച പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിന് കെ സ്മാരക ഹാൾ എന്ന് നാമകരണം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ദീർഘകാലം 20 വർഷത്തോളം പ്രസിഡന്റായും അതോടൊപ്പം വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരുടെയും അവസാന വാക്ക് കൂടി ആയിരുന്ന പ്രിയപ്പെട്ട കെയെ ഇന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുകളിലുള്ള മീറ്റിംഗ് ഹാൾ നവീകരിച്ച് അതിന് ആ ഒരു ഹാളിന് ബഹുമാനപ്പെട്ട കെയുടെ പേര് നാമകരണം ചെയ്തിട്ടുള്ള ഒരു ചടങ്ങ് കൂടി ഇന്നിവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നീ വിളയൂര് ഇങ്ങനെ കാണുന്ന വിളയൂരായിട്ട് വിളകളുടെ ഊരായും നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഏർപ്പെട്ട് നാടിൻ്റെ ഇന്ന് കാണുന്ന ഇത്രയും സാമൂഹികപരമായും സാമ്പത്തികപരമായും വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഭരണവും ഞങ്ങളെ പിന്നിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കെയെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കണമെന്ന് അന്ന് തന്നെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് ഭരണസമിതി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഒബ്ജക്ഷനുമില്ലാണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കെയുടെ നാമധേയത്തിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ നിർവഹിച്ചു. കെ 1.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചവിട്ടടി ഏറ്റ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരിച്ച മീറ്റിംഗ് ഹാള് അദ്ദേഹത്തിൻ്റെ പേരിലാകണമെന്ന് ബോർഡ് കൂടി ഐക്യകണ്ഠേന തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഹാളിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, പിന്നിട്ട വഴികളിൽ നിരവധി പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിളയൂരിനെ ഈ രീതിയിലേക്ക് നമ്മുടെ കെ അടക്കമുള്ള ഭരണസമിതികൾ എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എക്കാലത്തും തങ്ങി നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്തിൻ്റെ പ്രധാന ഓഫീസിലെ പ്രധാന കേന്ദ്രമായ മീറ്റിംഗ് ഹാളിൽ ഈ പേര് നൽകുക നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചത്. എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഉദ്ഘാടനത്തിൽ എത്തിയ മുഴുവൻ ആളുകളെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാം. അതേപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരുന്ന ഇപ്പോൾ പിന്നോക്ക കമ്മീഷൻ അംഗം കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട സുവിധാത്ത, അദ്ദേഹത്തെ ഭരണസമിതിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യാം. അതുപോലെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഇപ്പോൾ പൊതുപ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട TG, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K മുരളിയേട്ടൻ, നമ്മുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് കുഞ്ഞിക്ക, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വർദ്ധത്താത്ത തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. മുൻ ഭരണസമിതി അംഗങ്ങളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, മെമ്പർമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ വർഗഭോജന സന്നദ്ധ സംഘടനാ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും, നമ്മുടെ മുൻ പഞ്ചായത്ത് നമ്മുടെ 12ാം വാർഡ് മെമ്പറും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പ്രിയപ്പെട്ട B വസന്ത, അവരെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ പഞ്ചായത്ത് ജീവനക്കാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ,
മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KVG അടക്കമുള്ള മുഴുവൻ ആളുകളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സെക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉള്ളേരി ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യ പ്രസിഡന്റ് MK ബേബി ഗിരിജ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊണ്ടുണ്ട്. നമുക്കറിയാം ഇന്നിവിടെ ഒരുപാട് പേര് നമ്മുടെ പ്രിയപ്പെട്ട KKയുടെ കൂടെ ഒപ്പം നടന്ന ഒരുപാട് പേര് ഇന്നിവിടെ ഉണ്ട്. സുബൈത്താത്തയും അഹമ്മദ് കുഞ്ഞിക്കും ഗോപാഷണേട്ടനും അതുപോലെ തന്നെ മുരളേട്ടനും അടക്കമുള്ള ഒരുപാട് പേര് ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ഈ വിളയൂരാക്കി മാറ്റാനും അതോടൊപ്പം വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവസാന വാക്ക് ബഹുമാനപ്പെട്ട KK തന്നെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും 2 വാക്ക് സംസാരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയമുള്ള സുബൈദ ഇസഹാഖ് അവറുകളെ വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ നൗഫൽ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബേബി ഗിരിജ ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ, ജനനേതാക്കൾ, പ്രിയമുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ള സഹോദരന്മാരെ, വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ. കൃഷ്ണൻകുട്ടിയേട്ടൻ വിളയൂരിനെ സംബന്ധിച്ച്, പട്ടാമ്പിയെ സംബന്ധിച്ച്, പാലക്കാടിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു പേരാണ്. കൃഷ്ണൻകുട്ടിയേട്ടൻ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. മുന്നോട്ട് നടന്നവർ നമ്മൾ മാത്രമല്ല, നമ്മളെക്കാൾ മുമ്പ് മുന്നോട്ട് നടന്നവർ ധാരാളം ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ട്. അവരൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് കുറച്ചുകൂടെ വിപുലമായി അത്തരത്തിൽ ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു. പക്ഷേ അവർ ഇന്നിപ്പോൾ ബജറ്റ് മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി ഈ ഹാള് ഉദ്ഘാടനത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനിച്ചത്. ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു കാഴ്ചപ്പാട്, അത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം. കൃഷ്ണൻകുട്ടിയേട്ടൻ തുടങ്ങി വെച്ച ഭരണസമിതികൾ, പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള ഉള്ള ഭരണസമിതികളൊക്കെ തന്നെ വലിയൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനെ, വിളയൂരിനെ ഏറ്റവും ഉന്നതിയിലേക്ക്, അത് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ ഭരണസമിതിയും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഞാൻ അദ്ദേഹത്തെ ആ മാതൃക ഓരോ മേഖലയിലും പോകുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്. ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യോഗമാണ്. ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. ആ നിലയ്ക്ക് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും മൊത്തത്തിൽ മാതൃകയാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ. ചടങ്ങിൽ പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസഹാഖ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഗോപാലകൃഷ്ണൻ, K മുരളി, V റംലത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ നീലടി സുധാകരൻ, T ഷാജി, P രാജൻ, KV ഗംഗാധരൻ, V അഹമ്മദ് കുഞ്ഞി, ഹുസൈൻ കണ്ടേക്കാവ്, സജീവ്, K മണികണ്ഠൻ, സെക്രട്ടറി AN നാരായണൻ എന്നിവർ സംസാരിച്ചു.